ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെന്താ നിങ്ങൾക്ക് അറിയില്ലായിരിക്കില്ല, ഒരു പെൻസിൽ ബോക്സ് ആണിത്. ഇത് ഓപ്പൺ ചെയ്യാമേ. ASMR കാണിച്ചു തരാം. ഇപ്പം അടുത്ത അവിടെ വേറൊരു ഇത് ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് ഞാൻ ഓപ്പൺ ചെയ്തു കിട്ടും ആദ്യമേ, പക്ഷെ ഒന്നും തുറന്നു നോക്കിയില്ല. അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഓർത്തത്. ഗായ്സ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നോക്കത് നല്ല ഭംഗിയുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്തോക്കാം. എന്തൊക്കെയോ ഉണ്ട്. ഏകദേശം തുറന്നിട്ടുണ്ട് ഇത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ 4 ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഇങ്ങനെയുണ്ട്. ഇതില് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഇവിടെ ഒരു പൗച്ച് മാതിരി സാധനം വരുന്നുണ്ട്. ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്. ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊക്കെയാണുള്ളത്. ഈ 2 പെൻ ഞാൻ വെച്ചതാണ്. ഈ ഷാർപ്നർ ഇതൊക്കെ ഞാൻ വെച്ചതാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്നും കൂടി റീ അൺബോക്സിങ് ചെയ്യുന്നതാണ്. ഇതെങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഇതിങ്ങനെ ആക്കിയിട്ട്, ഇങ്ങനെ ആക്കണമെന്നില്ല, ഞാൻ വെറുതെ ആക്കണമെന്ന്. അങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ സ്കെയിൽ അവിടെ നിന്ന് പൊന്തി വരുമേ. 18 സെൻറ്റിമീറ്ററുള്ള സ്കെയിലാണ് കേട്ടോ. ഇതൊരു 18 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. കാണില്ല, എനിക്ക് തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണില്ല ഗൈസ്. ഇതിൽ കാണുന്നില്ല അങ്ങനെ ക്ലിയർ ആയിട്ട്. ബ്ലാക്ക് ഇഷ്ടം അവർ ചെയ്തിട്ടില്ല, ആ കളർ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 മാഗ്നറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ 2 യൂണിക്കോൺസ്, പിന്നെ ഇവിടെ 2 സ്റ്റാർസ്, ഒരു റെയിൻബോ, പിന്നെ ഇവിടെ ഒരു ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടാവുമേ, സിസേഴ്സിനും പെൻസിൽ ഷാർപ്നറിനും ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇത് സിസേഴ്സിൻ്റെ, ഇത് പെൻസിൽ ഷാർപ്നറിൻ്റെയും ആണ്. നമുക്കിത് സിസേഴ്സിൻ്റെയാണ്. അപ്പോൾ സിസേഴ്സിൻ്റെ ആദ്യം തുറക്കുമ്പോൾ ഈ സിസേഴ്സ് ഇങ്ങനെ വരും. ഇത് നമുക്ക് അടി കൂടെ ഇങ്ങനെ എടുക്കാം. വലിയ മൂർച്ചയൊന്നുമില്ല, ഞാൻ നോക്കിയിരുന്നു. ഇട്ടിന് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഈ പെൻസിൽ ഷാർപ്നറിനെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഷാർപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത് ചെറിയ ഒരു സ്ക്വയർ ഹോട്ടലിൽ നിന്ന് ഷാർപ്പ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ വരുന്ന ആ ഷാർപ്നേഴ്സിൻ്റെ പൊടിയെല്ലാം നമുക്ക് കളയുകയും ചെയ്യാം. ഇവിടെ നമുക്ക് ചെറിയൊരു കുട്ടി സ്റ്റോറേജ് ഉണ്ട്. ഇതെങ്ങനെ നിറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും മിസ്സുമാരൊന്നും വേസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് അവിടെ ഷാർപ്പ് ചെയ്യാമേ. അങ്ങനെയാണ് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്.
പിന്നെ ഈ ഒരു ബട്ടൺ നീക്കി കഴിഞ്ഞാൽ ടേപ്പ് കട്ടറാണ്, കണ്ടോ ടേപ്പ് കട്ടറാണ്. ഇവിടെ നമുക്കൊരു ടേപ്പ് ഇൻബിൽഡായി തരും കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ തരുമേ. രണ്ട് പിന്നെ ഈ സിസേഴ്സും ഇതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഇറേസേഴ്സ് വരും കേട്ടോ. എനിക്കൊരു ഗ്രീൻ ഇറേസറാണ്, അപ്പം ഞാനിത് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ് എന്ന് പറയുമ്പോഴും ആ ഒരു മാഗ്നറ്റിൻ്റെ തന്നെ സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ നമുക്കൊരു റൈറ്റിംഗ് ബോർഡ് വരുന്നുണ്ട്. ഇതിൽ നമുക്കിതിൻ്റെ അകത്ത് എഴുതാം. ഇതിൻ്റെ അടിയിൽ ഞാനൊരു സീക്രട്ട് സ്കെയിൽ വെച്ചതാണ് വെറുതെ. ഇവിടെ നമുക്ക് എഴുതാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം, എന്നിട്ട് ഇത് റബ്ബ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. ഇവിടെ എഴുതിയിട്ട് നമുക്ക് റബ്ബ് ചെയ്ത് കളയാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ പൗച്ചിൽ വരുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, ബോക്സിൽ ഇത്രയൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. ബൈ.